Okay, good afternoon once again. Good afternoon പറയാനുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. Good afternoon. Good afternoon. Okay, നമുക്ക് ക്ലാസ് തുടങ്ങാം. കുറേ ആൾക്കാരേ ഉള്ളൂ. Okay, തുടങ്ങാം. Yes. അപ്പൊ നമ്മള് ഓഡിറ്റിംഗ് അല്ലെ, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം അവസാന ഭാഗത്താണ്. എന്തായാലും ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ. ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ എന്താണ് ഓഡിറ്റിംഗ്? ഏതെങ്കിലും ഫൈനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഹോസ്പിറ്റൽസിനകത്ത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത്. There are different areas or different departments which are to be evaluated or assessed and also to increase the performance. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന പല ഡിപ്പാർട്ട്മെന്റുകൾ, പല യൂണിറ്റുകൾ, പല ഏരിയാസിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം എല്ലാ മേഖലകളെയും നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം. അതെല്ലാം തന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരിക. അപ്പൊ അങ്ങനെ ഓവറോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഓഡിറ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലൊക്കെ. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മളിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സ്റ്റേജസ് ഓഫ് ഓഡിറ്റ്, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ്. 6 സ്റ്റേജസ് ആണുള്ളത് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ preparing for audit, ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുക്കലാണ്. സെക്കൻഡ് വൺ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം തിരഞ്ഞെടുക്കലാണ്. മെഷറിംഗ് പെർഫോമൻസ് ഈസ് ദ തേർഡ് സ്റ്റേജ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പെർഫോമൻസുകളെ അളക്കലാണ്. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, ആ പെർഫോമൻസ് അളന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഉള്ളത്. ആ ലിമിറ്റേഷൻസ് ഉള്ള മേഖലകളെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഫോർത്ത് സ്റ്റേജിലാണ്. ഫിഫ്ത് വൺ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് വി ക്യാൻ സസ്റ്റെയിൻ ദാറ്റ് പർട്ടിക്കുലർ ഇംപ്രൂവ്മെന്റ്. എവിടെ നമ്മൾ മാറ്റങ്ങൾ, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നു അതൊക്കെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ആഫ്റ്റർവേർഡ്സ് വീണ്ടും ആവശ്യമെങ്കിൽ റീ ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളത്. അങ്ങനെ ഡിഫറെന്റ് 6 സ്റ്റേജസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റിനുള്ളത് എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിൽ ഇനി ഓരോന്നിലും ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഓരോ സ്റ്റേജിലും വാട്ട് ഓൾ തിങ്സ് ആർ ഇൻക്ലൂഡഡ്, അതിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകളിനകത്ത് ഓരോ സ്റ്റേജസിലും നമ്മൾ എടുക്കേണ്ട ചില തയ്യാറെടുപ്പുകൾ, എല്ലായിടത്തും ഓരോ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ എന്താ പറയാ കാര്യങ്ങളും ചെയ്യണം, ആക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഓഡിറ്റിംഗ് കംപ്ലീറ്റഡ് ആവുകയുള്ളൂ. അപ്പൊ ആ ഡിഫറെന്റ് സ്റ്റേജസ് ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ്, ഓഡിറ്റിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓഡിറ്റിന് വേണ്ടി തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം സ്റ്റേജിൽ അല്ലെ. അതായത് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിനൊരു തയ്യാറെടുപ്പ് വേണം. നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പോകുമ്പോൾ വി ഷുഡ് ഹാവ് ടു ബി പ്രിപ്പയർഡ്. നമ്മൾ നേരത്തെ കൂട്ടി അതിനു വേണ്ടി പ്രിപ്പയർഡ് ആകണം. അപ്പൊ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്. പല കാര്യങ്ങൾക്കും എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താ പറയാ ചിലപ്പോഴൊക്കെ ചില പോരായ്മകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനാണ് വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം ഓരോ കാര്യത്തിലും. ലൈക്ക്വൈസ് അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ ഓഡിറ്റ്സ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു മേക്ക് പ്രിപ്പറേഷൻസ് ഫോർ ദാറ്റ് ഓഡിറ്റ്. ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? തയ്യാറെടുപ്പുകൾ നടത്തുന്നതുമായിട്ട് യൂസേഴ്സ് ഇൻഫോർമേഷൻ, ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം
എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത്, ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങളുടെ അറിവ് നേടണമെങ്കിൽ അത് ആർക്കാണ് ആ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് എന്ന് നമ്മൾ അറിയണം അല്ലെ. എന്ത് ഓഡിറ്റിംഗ് ആണ് നടത്തേണ്ടത്, ഏത് മേഖലയാണ് നമ്മൾ ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ യൂസർ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കാര്യം എന്താ, ടു സെലക്ട് എ ടോപ്പിക്. ആ ഓഡിറ്റിംഗിന് വേണ്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഏത് ടോപ്പിക് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നുള്ളത്. പിന്നെ നമ്മൾ പ്രയോറിറ്റൈസ്ഡ് ഓഡിറ്റ്, ഓഡിറ്റിന് പ്രാധാന്യം നൽകുക, പ്രയോറിറ്റി കൊടുത്ത് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക. ഡിഫൈനിങ് ദ പർപ്പസ്, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്, ഏത് ലക്ഷ്യം നേടിയെടുക്കാനാണ്. അതായത് ഇപ്പൊ ചിലപ്പോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തിയിട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളുടെ ഓഡിറ്റിംഗിന്റെ. അപ്പൊ അതാണ് പർപ്പസ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലക്ഷ്യം നോക്കുക, അവസാനം നമ്മൾ അതിന്റെ പ്ലാനിങ്, ഓഡിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രിപ്പറേഷൻസ് ഓഫ് ഓഡിറ്റിലാണ് വരിക. അതായത് ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുക്കലിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ 5 എണ്ണം. യൂസേഴ്സ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഈ ഓഡിറ്റിംഗ് ആവശ്യമുള്ള ആൾക്കാരുടെ ഇൻഫോർമേഷൻ ആദ്യം തന്നെ മനസ്സിലാക്കുക. ദെൻ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക, ഓഡിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക, ഡിഫൈൻ ദ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, വ്യക്തമാക്കുക, ആൻഡ് ഓൾസോ പ്ലാനിങ് ദ ഓഡിറ്റ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് സ്റ്റേജിലാണ് പ്രിപ്പയറിംഗ് ഓഫ് ഓഡിറ്റ്. അതിനകത്ത് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് വരാത്തത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റേതൊക്കെ മിക്സ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേജ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ്. അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലായോ, ക്ലിയർ ആയോ? ഒന്നാമത്തെ സ്റ്റേജ് മനസ്സിലായോ? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് അടുത്തത് എന്താ? അപ്പൊ ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുപ്പൊക്കെ നടത്തി, അവിടെ ആക്ഷൻസ് അല്ല, അവിടെ വി ഹാവ് ടു ഗെറ്റ് റെഡി അല്ലെ. ആ ഗെറ്റ് റെഡി ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ചെയ്തത്. അടുത്തത് ആ ഗെറ്റ് റെഡിയിൽ വരുന്നത്, അത് കഴിഞ്ഞ് തൊട്ട് അടുത്ത കാര്യം എന്താണ്? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ആണ്. ഒരു മാനദണ്ഡം തിരഞ്ഞെടുക്കലാണ്. ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓഡിറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു മാനദണ്ഡം നമ്മൾ തയ്യാറെടുക്കുക, അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക. മാനദണ്ഡം തയ്യാറെടുക്കുമ്പോൾ എന്ത് മാനദണ്ഡമാണെന്നുള്ളത് വ്യക്തമാക്കുക. ദാറ്റ് ഈസ് ഡിഫൈനിങ് ക്രൈറ്റീരിയ. ആ മാനദണ്ഡത്തെ നമ്മളൊന്ന് നിർവചിക്കുക, എന്താണ് ഏത് മാനദണ്ഡമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സോഴ്സസ്, ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് എവിഡൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് നടത്താൻ പോണേ. മെഡിക്കൽ റെക്കോർഡുകളെ ഡിപ്പെൻഡ് ചെയ്താണോ, അല്ലെങ്കിൽ നേരിട്ട് ആ സ്ഥലം പോയി സന്ദർശിച്ച് അതിന്റെ സോഴ്സസിലാണോ? അപ്പൊ സോഴ്സ് ഓഫ് എവിഡൻസ്, എവിടെ നിന്നാണ് നമുക്ക് അതിന്റെ സോഴ്സ് കിട്ടുക, എവിഡൻസ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതും എന്താ പറയാ സെലക്ട് ചെയ്യണം. അപ്പൊ സോഴ്സ് ഓഫ് എവിഡൻസ് സെലക്ട് ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്രൈസിങ് ദ എവിഡൻസ്, ഇനി അതിനുശേഷം ആ എവിഡൻസുകൾ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തണം. അപ്പൊ ഒരു ക്രൈറ്റീരിയ തിരഞ്ഞെടുത്താൽ മാത്രമാണ്, സെലക്ട് ചെയ്താൽ മാത്രമാണ്, ഒരു മാനദണ്ഡം തിരഞ്ഞെടുത്താൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. അപ്പൊ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സ് ഓഫ് എവിഡൻസ്, ആൻഡ് ഓൾസോ അപ്രൈസിങ് ദ എവിഡൻസ്. എവിഡൻസ് എന്താണോ നമുക്ക് ലഭ്യമായ എവിഡൻസിനെ നമ്മൾ വിലയിരുത്തുക, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓഡിറ്റിംഗ് നടത്തുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ്, അവിടെ തയ്യാറെടുപ്പാണ്. അതിനുശേഷം നമ്മൾ മാനദണ്ഡം തെരഞ്ഞെടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഈ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, തയ്യാറെടുപ്പൊക്കെ നടത്തി, അടുത്തത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളെ തെരഞ്ഞെടുക്കലാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരിക. ക്ലിയർ ആണോ? ആ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ളത് തന്നെയാണ്. അവിടെ എഴുതിയിട്ട് പൊക്കോ. ഈ 6 സ്റ്റേജസും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേജസിലും ഏതൊക്കെയാണ് വരിക എന്ന് കണ്ണടച്ച് പഠിച്ചു വെച്ചോ. കാരണം ഓരോ സ്റ്റേജിന്റെയും മിക്സ് ചെയ്ത് വേറെ ഏതുമായിട്ട് മിക്സ് ചെയ്ത് ഇത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ വരുന്നത് ഏതൊക്കെയാണ്, എന്നിട്ട് ചിലപ്പോൾ വേറെ സ്റ്റേജ് 4ലോ 5ലൊക്കെ മിക്സ് ചെയ്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് ഓരോന്നും അതിന്റെ ഹെഡിങ് നോക്കിയാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? മെഷറിംഗ് ദ ലെവൽ ഓഫ് പെർഫോമൻസ്. അപ്പൊ മാനദണ്ഡവും തെരഞ്ഞെടുത്തു, തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാനദണ്ഡം തെരഞ്ഞെടുത്തു. അപ്പൊ മാനദണ്ഡത്തിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി മെഷർ ചെയ്യണം. എന്ത് മെഷർ ചെയ്യണം? പെർഫോമൻസിന്റെ ലെവൽ മെഷർ ചെയ്യണം. ഓരോരുത്തരുടെയും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണോ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലെ പെർഫോമൻസുകൾ, അവിടുത്തെ ക്വാളിറ്റി ഓഫ് പെർഫോമൻസുകൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലെവല്, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു
പ്ലാൻ ഫോർ ദ കളക്ഷൻ ഓഫ് ഡാറ്റ. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ, ഈ പെർഫോമൻസ് മെഷർ ഉണ്ടെങ്കിൽ ആ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എംപ്ലോയീസിന്റെ വർക്കിന്റെ ലെവലാണ്, എഫിഷ്യൻസി ഒക്കെയാണ് പരിശോധിക്കേണ്ടത് വിചാരിക്കുക. അപ്പൊ ഓരോ എംപ്ലോയീസിന്റെയും എത്ര സമയം, ചിലപ്പോൾ ചില ഓർഗനൈസേഷൻസിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തിന്റെ കാര്യമായിരിക്കും അവരതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷന് വേണ്ടി എടുക്കുക. ചിലപ്പോൾ അവിടെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, എന്ത് സാധനം ഉത്പാദനത്തിന്റെ ബേസിസിലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെ പെർഫെക്ഷൻ അത് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ എങ്ങനെയായാലും ഡാറ്റ കളക്ട് ചെയ്യലാണ് അടുത്ത സ്റ്റേജിലെ ഒന്നാമത്തെ കാര്യം. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുക. ഈ ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം, നമുക്ക് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഏത് രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണമെന്നും ആ ഡാറ്റയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടി ഏതിൽ പെട്ടതുണ്ട്, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ പെട്ടതുണ്ട്. അപ്പൊ ആളുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നതിന് സമയത്ത് നമ്മൾ ലെവൽ ഓഫ് പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പ്ലാനിങ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. ആ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഏത് മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഡാറ്റയെ ഹാൻഡിൽ ചെയ്യണമെന്നും എന്നുള്ളതാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത്. തേർഡ് സ്റ്റേജില് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, രണ്ടാമത്തേത് സെലക്ടിങ് എ ക്രൈറ്റീരിയ, മൂന്നാമത്തേത് ആണ് നമ്മൾ പറഞ്ഞത് എന്ത്, ഡാറ്റ കളക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെഷർ ലെവൽ ഓഫ് പെർഫോമൻസ്. ഈ പെർഫോമൻസ് എത്രയാണോ എന്താണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അത് മാത്രമല്ല, അത് പ്ലാൻ ചെയ്യുമ്പോൾ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ. ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ പല രീതികളുണ്ട്. റെക്കോർഡ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം, നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയും ഡാറ്റ കളക്ട് ചെയ്യാം, പല രീതിയിലൊക്കെ ഉണ്ട്. എന്താ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം, ഇക്കണോമിക്സിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഒക്കെ ഉണ്ട്. പ്രൈമറിക്ക് നമ്മൾ എന്താ പറയാ, പേഴ്സണൽ ഇന്റർവ്യൂവിലും ക്വസ്റ്റ്യനയറൊക്കെ തയ്യാറാക്കി ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി അത് ക്വസ്റ്റ്യനയർ രൂപത്തിലൊക്കെ ആളുകൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ റിയാക്ഷൻസ് നോക്കിയിട്ടൊക്കെ ഡാറ്റ കളക്ട് ചെയ്യും. പല രീതിയിലുണ്ട്. അപ്പൊ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഏത് രീതിയിലുള്ള ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതെന്നും ഹൗ ക്യാൻ ബി ഹാൻഡിൽ ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ, ആ ഡാറ്റയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ വരിക. ക്ലിയർ ആയ? മൂന്നാമത്തെ സ്റ്റേജ്, 1, 2, 3 സ്റ്റേജ് മനസ്സിലായോ? ഒന്നാമത്തെയും രണ്ടാമത്തെയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, വീണ്ടും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ അനുവർത്തിക്കേണ്ട ചില ഘട്ടങ്ങളാണ്, സ്റ്റേജസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുക്കുക. രണ്ടാമത്തേത്, അതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ നമ്മൾ സെലക്ട് ചെയ്യുക. മൂന്നാമത്തേത്, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഒക്കെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ടാണ് കൊടുത്തേക്കണേ. ഈ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കണ്ണിന് ഒരു ഇതാണ് കേട്ടോ, കാരണം കുറച്ചുകൂടി എളുപ്പം നമ്മുടെ മനസ്സിൽ പതിയും. അപ്പൊ അത് പെട്ടെന്ന് മനസ്സിലാകും. അടുത്തതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഡയഗ്രമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും അങ്ങനെ തന്നെ പഠിക്കാം. അപ്പൊ എളുപ്പമായിരിക്കും കേട്ടോ. അതിന്റെ കുഞ്ഞ് സെന്റൻസിന്റെ കുഞ്ഞു ഭാഗമൊക്കെ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. പെട്ടെന്ന് അറ്റ് ഗ്ലാൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, വീഡിയോസ്, പിക്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പതിയും. ഈ സെന്റൻസുകൾ എഴുതി അത് വായിക്കുന്നതിനേക്കാൾ അത് 10 പ്രാവശ്യം വായിക്കുന്ന, മറ്റേത് ആ ഡയഗ്രമാറ്റിക് ആകുമ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ അതിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ ഒന്നൊക്കെ അത് ചെയ്തൊക്കെ നോക്കുക നിങ്ങൾ. ഓക്കെ, എങ്ങനെ പഠിക്കാൻ എളുപ്പം എന്ന് നോക്കുക, നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സ്റ്റേജ്. അടുത്തത് ഇനി നമ്മൾ ഓഡിറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അടുത്ത സ്റ്റേജ്, ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജസിൽ 4ാമത്തേതാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ഈ ഇംപ്രൂവ്മെന്റ് പ്രവർത്തനം ഇംപ്രൂവ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സാമിൽ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? കാരണം അവിടെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് നമ്മളുടെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല, അതുകൊണ്ട് അതൊക്കെ കുറച്ചുകൂടി നമ്മളെ കൊണ്ട് പറ്റും, സാധ്യതയുണ്ട് അല്ലെ, പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇംപ്രൂവ് ചെയ്യാറുള്ളൂ. എന്നെ കൊണ്ട് ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ള കുട്ടികൾ ഉറപ്പുള്ളവരാണ് അത് ഇംപ്രൂവ് ചെയ്യുക. വെറുതെ ആളുകളുടെ കാശ് കളയാൻ വേണ്ടിയല്ലല്ലോ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒരു ഓർഗനൈസേഷനിൽ
if you have to make some improvements in any particular area or departments, നമുക്കറിയാം first of all we have to find out what are the limitations of that particular area. ആ particular ഏരിയയിലുള്ള പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കണം. പോരായ്മകൾ മനസ്സിലാക്കിയാലാണ് ആ പോരായ്മകളെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അതിനെ ഇല്ലാതാക്കി പോരായ്മകളെ മറികടന്ന് നമുക്ക് അത്തരം മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അടുത്ത സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. അപ്പൊ ആ ഇംപ്രൂവ്മെന്റുകൾ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ ബാരിയർ. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ, തടസ്സങ്ങൾ അല്ലെ, ഹിൻഡ്രൻസുകൾ, അതായത് തടസ്സങ്ങളാണ്. അപ്പോ പല തടസ്സങ്ങളും വരാം. അതായത് ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡ്. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, പലതിനെ കുറിച്ചിട്ടുള്ള ചിലപ്പോ പേടി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഓഡിറ്റിങ്ങിൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴില്ലേ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ പേടിയുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആളുകൾ പറയുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഇല്ലാത്തത് കൊണ്ട്, പുവർ മൊറൈൽ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു മൊറൈൽ ആകുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴില്ലേ, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വി ക്യാൻ ഡു ഇറ്റ് വിത്ത് വളരെ enthusiastic and also satisfaction. നമ്മൾക്ക് ഭയങ്കര സംതൃപ്തമായിട്ട് വളരെ സന്തോഷത്തോടെ ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഏത് ജോലിയാണെങ്കിലും അത് ആ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. എപ്പോഴും നമ്മളൊരു പ്ലീസിങ് മാനറിലായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരു പ്ലീസിങ് മാനറിലായിരിക്കണം നമ്മൾ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനോടൊക്കെ പെരുമാറേണ്ടത്. അപ്പൊ അതില്ലാതിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരവസ്ഥ വരിക ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ. മാത്രമല്ല നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരിക. അപ്പൊ ഇതെല്ലാം പോരായ്മകളാണ്. അപ്പൊ അങ്ങനെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക. ആ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കണേ, ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറൈൽ, പുവർ കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കുക. തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം നമ്മള്, ആ തടസ്സങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് അത്തരം പർട്ടിക്കുലർ ഏരിയ എത്താഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു മേക്ക് ഇംപ്രൂവ്മെന്റ്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റുകൾ, മെച്ചപ്പെടുത്താനുള്ള വഴികൾ ആലോചിക്കണം. അങ്ങനെ മെച്ചപ്പെടുത്താനുള്ള വഴികൾ ആലോചിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റിമൂവ് ദാറ്റ് ബാരിയേഴ്സ്. എന്ത് ചെയ്യണം, നമ്മള് ആ തടസ്സങ്ങളൊക്കെ ഇല്ലാണ്ടാക്കണം. ആ മുന്നില് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ വി ക്യാൻ മേക്ക് ഇംപ്രൂവ്മെന്റ്സ് അല്ലെ. അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാലാമത്തെ സ്റ്റേജിൽ വന്നിരിക്കുന്നത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് ആണ്. ഫോർ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് എന്തെങ്കിലും തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ നമ്മൾ നടത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് വിച്ച് മേക്സ് ഓർ വിച്ച് ഹിൻഡ്സ് ദ ഇംപ്രൂവ്മെന്റ്. ഈ പറയുന്ന മെച്ചപ്പെടുത്തലുകളെ തടസ്സം വരുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ദെൻ വി ഹാവ് ടു റിമൂവ് ദാറ്റ് ബാരിയേഴ്സ്. ആ ബാരിയേഴ്സിനെ നീക്കം ചെയ്യാം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും, ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നാലാമത്തെ സ്റ്റേജ് മനസ്സിലായോ? എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഓരോ സ്റ്റേജസും. ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുത്തു. ഓഡിറ്റിന് വേണ്ടി തയ്യാറെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു മാനദണ്ഡം തെരഞ്ഞെടുത്തു, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. അതിനുശേഷം നമ്മൾ മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, ഏത് ഭാഗമാണോ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളെയാണോ നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മൾ മെഷർ ചെയ്തു. മെഷർ ചെയ്തതിനു ശേഷം അപ്പൊ നമുക്ക് മനസ്സിലായി there are some limitations in particular areas. ചില ഏരിയാസിൽ ചില കാര്യങ്ങളിൽ അവിടെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ നാലാമത്തെ സ്റ്റേജിലേക്ക് പോകണം, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. ആ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ വി ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്. എന്തൊക്കെയാണ് ആ ഇംപ്രൂവ്മെന്റിന് അല്ലെങ്കിൽ ആ പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അവിടെ എന്താണ് തടസ്സം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തടസ്സങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ഫോർത്ത് സ്റ്റേജ് മനസ്സിലായോ? 4 സ്റ്റേജും കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ ക്ലിയർ ആണോ? 6 സ്റ്റേജും ഇമ്പോർട്ടന്റ് ആണ്. 6 സ്റ്റേജും ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിലും വരുന്ന പോയിന്റ് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇംപ്രൂവ്മെന്റ് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റിന് തടസ്സമാകുന്ന എന്തോ അവിടെ ഉണ്ടെന്ന് അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇംപ്രൂവ്മെന്റിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തിയാൽ we have to remove that barriers. ആ തടസ്സങ്ങൾ നീക്കണം. തടസ്സം നീക്കാണ്ട് മുന്നോട്ടേക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ല അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഓട്ടം. ഓക്കെ, നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം, എന്തെങ്കിലും ഒരു ഹിൻഡ്രൻസ്, എന്തെങ്കിലും വഴിമധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് നീക്കം ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ മറികടക്കാതെ നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ പറ്റില്ല. അത് ഏതിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ, ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷനിൽ അങ്ങനെ തടസ്സം നിൽക്കുന്ന പലതരത്തിലുള്ള പോരായ്മകൾ, ലിമിറ്റേഷൻസ്, അതൊക്കെ അതിന് ഉദാഹരണമാണ് പറഞ്ഞ ഫിയർ അല്ലെ, പേടി, അല്ലെങ്കിൽ എന്തെങ്കിലും, അതായത് നമുക്ക് എന്താ പറയാ, എംപ്ലോയീസിനും
അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് ഒരുപാട് എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ അത്തരം കാര്യങ്ങൾ അതൊക്കെ ഇല്ലാതാക്കി ഏത് ബാരിയേഴ്സിനെയും തകർത്താൽ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. തടസ്സങ്ങൾ നീക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? 4ാമത്തെ സ്റ്റേജ് മനസ്സിലായില്ലേ? ഓക്കെ. ആൻഡ് ദ 5th സ്റ്റേജ് ഈസ് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് വരുത്തി, ഇംപ്രൂവ്മെന്റിന് നമ്മൾ തടസ്സങ്ങളൊക്കെ നീക്കി വളരെ കൃത്യമായിട്ട് അടുത്തടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ നമ്മൾ ഇംപ്രൂവ്മെന്റുകൾ നടത്തി. ആൻഡ് ഇംപ്രൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം? അത് അങ്ങനെ തന്നെ നിലനിർത്തണം. ആ മെച്ചപ്പെടുത്തിയ രീതിയിൽ പിന്നെ താഴേക്ക് പോകാൻ പാടില്ല. സോ വി ഹാവ് ടു സസ്റ്റെയിൻ ദാറ്റ് ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് നിലനിർത്തണമെങ്കിൽ റീഇൻഫോഴ്സ്, അതായത് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള അസസ്മെന്റുകളൊക്കെ നടത്തി, ഇവാലുവേഷൻസ് ഒക്കെ നടത്തി വീണ്ടും വീണ്ടും നമ്മൾ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവന്നിരിക്കണം. ഇത് കൊണ്ടുവരണമെങ്കിൽ വി ഷുഡ് ഹാവ് ടു മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ഫ്രം ടൈം ടു ടൈം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേഷൻസും അതുപോലെ മോണിറ്ററിങ്ങും പല പല സമയങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ അവരുടെയൊക്കെ മേലൊരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും താഴേക്ക് പോകില്ല. അവരുടെ പെർഫോമൻസ് വൈസ് അവർ താഴേക്ക് പോകില്ല. അപ്പൊ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ലെവൽ അളന്നിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്, അല്ലെ? ചില ഓർഗനൈസേഷനൊക്കെ മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനമൊക്കെ നൽകി, അല്ലെ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ അവരെ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ വിലയിരുത്തലുകൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. ആൻഡ് ഓൾസോ ഇഫ് നെസസറി റീ ഓഡിറ്റ് നടത്തണം. ഓഡിറ്റിംഗ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ പോലുള്ള ഓർഗനൈസേഷൻസിൽ അങ്ങനെയുള്ള റീ ഓഡിറ്റിങ്ങുകൾ ഇങ്ങനെ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴായിരിക്കും ഓഡിറ്റിംഗ് നടക്കുക? അറ്റ് ദ എൻഡ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ, അല്ലെ? സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലായിരിക്കും. സാമ്പത്തിക വർഷം നമുക്കറിയാലോ എവിടെ തുടങ്ങി എവിടെ വരിക? സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ കേട്ടല്ലേ? അക്കാഡമിക് ഇയർ, ഫിനാൻഷ്യൽ ഇയർ, നമ്മളുടെ ഇയർ, ഇതൊക്കെ എന്താ സാധാരണ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇയർ എന്ന് പറയുന്നത് ജനുവരി ടു 31 ഡിസംബർ ആണ്, അല്ലെ? ജനുവരി 1 ടു 31 ഡിസംബർ ആണ്. അതേസമയം ഫിനാൻഷ്യൽ ഇയർ ഏതാ? സാമ്പത്തിക വർഷം ഏപ്രിൽ ടു മാർച്ച് ആണ്. അതെ, ഏപ്രിൽ തുടങ്ങി മാർച്ച് 31 വരെയാണ് അതൊരു സാമ്പത്തിക വർഷം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വർഷങ്ങളൊക്കെ ഉണ്ട്. അക്കാഡമിക് ഇയർ കുട്ടികളെ സംബന്ധിക്കുന്ന ഇയർ ആണ് ജൂൺ ടു മാർച്ച് വരെയാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് അവരുടെ ഓരോ ഇയറിന് ഒരു പ്രത്യേക പേര് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന മറ്റു ഓർഗനൈസേഷൻസിലൊക്കെ സാമ്പത്തിക വർഷം നോക്കിയിട്ട് അവർക്ക് അസസ്മെന്റുകൾ നടത്തിയാൽ മതി. ഇപ്പൊ ഏപ്രിൽ തുടങ്ങി മാർച്ചിലൊക്കെ അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം അവർ ഓഡിറ്റിംഗ് നടത്തും. കണക്കുകളൊക്കെ എത്രത്തോളം കൃത്യമാണ്, അതിന്റെ സുതാര്യതയൊക്കെ അവര് ട്രാൻസ്പെറൻസി ഒക്കെ അവർ പരിശോധിക്കും. വ്യക്തമാണോ, ബാലൻസ് ഷീറ്റ് ഒക്കെ ടാലി ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. പക്ഷെ ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിൽ ഓരോ ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എല്ലാ റെക്കോർഡുകള്, ഡിപ്പാർട്ട്മെന്റുകള്, എംപ്ലോയീസ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, മെനി തിങ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ ആ ഓഡിറ്റിംഗ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. പെർഫോമൻസ് വർഷത്തിൽ ഒരിക്കൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വർഷം ഓഡിറ്റിംഗ് കഴിഞ്ഞു, ഇനി ഒരു കൊല്ലത്തേക്ക് സമാധാനമായി, ഈ ഭാഗത്തോട്ട് ഇനി ആരും നമ്മളെ വിലയിരുത്താനോ നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനൊന്നും വരില്ല എന്ന് വെച്ചിട്ട് വീണ്ടും എന്താ പറയാ ആളുകളൊക്കെ ഉഴപ്പാനായിട്ട് എംപ്ലോയീസിന്റെ ഭാഗത്തൊക്കെ ഉഴപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ് ആണ്. ഏത്? ഓഡിറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ റീ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് 5ാമത്തെ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്, സ്റ്റേജിൽ വരുന്നത്. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റിൽ ഏതൊക്കെ വരും? റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് റീ ഓഡിറ്റ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്. അവസാനത്തെ സ്റ്റേജ് റീ ഓഡിറ്റ്. റീ ഓഡിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ പോലുള്ള ഓർഗനൈസേഷൻസിൽ അതൊരു ഓൺ ഗോയിങ് പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഓൺ ഗോയിങ് അസസ്മെന്റ് ആണ്. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആഴ്ചയിലാകാം, മാസത്തിലാകാം. അപ്പൊ എവിടേക്ക് പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ അസസ്മെന്റിനും ഇവാലുവേഷനും പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഉദാഹരണം, കുറെ പേഷ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നതാ, പക്ഷെ പേഷ്യൻസിന്റെ ഇൻടേക്ക് വളരെ കുറവാണ്. എന്തുകൊണ്ട്? അപ്പൊ എവിടെയാണ് അതിനകത്ത് കാര്യങ്ങൾ മാറിപ്പോയത്? നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരുന്ന പേഷ്യൻസ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് പോയിട്ടുണ്ടാകുമല്ലോ. അപ്പൊ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവര് കുറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. സോ ദേ ഹാവ് ടു
ഫൈൻഡ് ഔട്ട് അത് എവിടെയാണ് ഫോൾട്ട് എന്ന് മനസ്സിലാക്കണം. അത് അസസ്മെന്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു മേക്ക് റീ ഓഡിറ്റിംഗ്. അപ്പൊ ഇങ്ങനെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ്സ് പോലെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു വരും. അപ്പൊ ആറാമത്തെ സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്. അതിൽ ഒന്നാമത്തേതാണ് റിവ്യൂ എവിഡൻസ്. എവിഡൻസുകൾ എടുത്ത് പരിശോധിക്കുക. അതായത് എന്തൊക്കെ പോരായ്മകളുണ്ട്, നമ്മളുടെ സോഴ്സുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ ആയിക്കോട്ടെ, മറ്റു ഡോക്യുമെന്റ് ആയിക്കോട്ടെ, ഏതാണോ അതിന് ഉപയോഗിക്കുന്ന എവിഡൻസ് അത് റിവ്യൂ ചെയ്യുക. അതിനുശേഷം അതിന്റെ ഇഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക. എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നത് അത് മെഷർ ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ദെൻ എന്താണ്, ഡിസൈഡ് ഹൗ ഓഫൺ റീ ഓഡിറ്റ്. ഇനി എപ്പോഴാണ് റീ ഓഡിറ്റിംഗ് നടത്തേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുക. അതായത് ഇനി അടുത്ത റീ ഓഡിറ്റിംഗ് നടത്തേണ്ട സമയം എപ്പോഴാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ടാണോ, ഒരു മാസം കഴിഞ്ഞിട്ടാണോ, അത് ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ്, മോണിറ്ററിംഗ് ആണ്. അതായത് റീ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് നിൽക്കുന്നില്ല, വീണ്ടും അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അപ്പോ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക് ഉയർന്നു വരുന്നത് വരെ ആ ഓഡിറ്റിങ്ങിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക്, നിലവാരത്തിലേക്ക് എത്തിയാൽ അവിടെ നിൽക്കുമോ, അവസാനിക്കുമോ ഓഡിറ്റിങ്? തീർച്ചയായിട്ടും ഇല്ല. ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മുടെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് കുറച്ചും കൂടി ഉയരണം എന്നുള്ളതല്ലേ. ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തി. നമ്മളൊന്ന് നോക്കിയേ, നമ്മൾ ഓരോ എന്താ പറയാ സാലറീഡ് ആയിട്ടുള്ള ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരാണ് ഏതെങ്കിലുമൊക്കെ വിധേന. ചിലരുടേത് 5 അക്കമായിരിക്കാം, ചിലരുടെ 6 അക്കമായിരിക്കാം, 4 അക്കമായിരിക്കാം. അങ്ങനെ ഓരോ അത്രയും അക്കം എന്താ പറയാ ശമ്പളമൊക്കെ വാങ്ങിച്ച് ഇൻകം ഒക്കെ നേടുന്ന ആൾക്കാരാണ്. ആസ് അവർ സാലറി ഓർ ഇൻകം ഇൻക്രീസസ്, നമ്മുടെ ജീവിത നിലവാരം കൂടുമെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നിലവാരം കൂടി കഴിയുമ്പോൾ എന്താ, നമ്മൾ ഒരു പൊസിഷനിലേക്ക് എത്തി. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന വാഹനം ഒരു എന്താ പറയാ ഒരു 2 വീലർ ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു സാലറി കൂടി കുറച്ചുകൂടി നമ്മുടെ പൊസിഷനൊക്കെ മാറി. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ്. മാത്രമല്ല കുട്ടികളൊക്കെ വലുതായി 2 വീലർ ഒന്നും പോരാ, 4 വീലർ തന്നെ വാങ്ങിക്കണം. അപ്പൊ നമ്മളൊരു 4 വീലർ വാങ്ങിച്ചു. കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സാലറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ഏർണിംഗിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ വരെ നിർത്തിയില്ലേ, അത് അവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ നമ്മുടെ മാക്സിമം സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തി എന്ന് നമ്മൾ വിചാരിച്ച് നിർത്തോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഴയ വണ്ടിയൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ടുള്ള കാറിലേക്ക്, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളിലേക്ക് ചിലപ്പോൾ നമ്മൾ മാറിയെന്നിരിക്കും ഇല്ലേ. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആളുകളുടെ മെച്ചപ്പെട്ട് വരിക. അപ്പൊ ഒരു ഓർഗനൈസേഷൻ അതിന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിനെ മറികടന്ന് അടുത്ത സ്റ്റാൻഡേർഡ് കൂടി അവര് എന്ത് ചെയ്യുന്നു, എയിം ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വീണ്ടും നോക്കും. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൺഗോയിങ് പ്രോസസ് ആണ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓഡിറ്റിംഗ് എവിടെയെങ്കിലും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ക്ലിനിക്കൽ ഓഡിറ്റിംഗ് അവസാനിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഓഡിറ്റിംഗിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ്. 6 സ്റ്റേജസ് ആയിരുന്നു നമ്മൾ കണ്ടത് അല്ലെ. 6 സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, രണ്ടാമത്തേത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, മൂന്നാമത്തേത് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, നാലാമത്തേത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക, വരുത്തുക, ബാരിയർ ഒക്കെ നീക്കി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. And the 5th one is sustaining improvement നിലനിർത്തുക. And the last stage is re-audit. Okay, ഈ 6 സ്റ്റെപ്പുകളും ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേജസ്. അത് നന്നായിട്ട് എന്താ പറയാ അടയാളപ്പെടുത്തി വെച്ചേക്കുക, അത് പഠിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകാലോ. അടുത്തതില് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അത് ക്ലിനിക്കൽ ഓഡിറ്റ് സെക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ യൂണിറ്റ്സ് എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ടൈപ്പ് അല്ല ശരിക്കും. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, കൺകറന്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്നല്ലേ. ഇനി ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നടത്തുന്നത്, ഏതൊക്കെ തലങ്ങളിൽ, ഏതൊക്കെ സെക്ടേഴ്സിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഹോസ്പിറ്റൽസിലെ ക്ലിനിക്കൽ ഓഡിറ്റ് ഏറ്റവും അത്യാവശ്യം വേണ്ടി വരുന്നത് എന്നാണ്. ടൈപ്സ് അല്ല, ടൈപ്സ് എന്നുള്ളത് വിട്ടാം അല്ലെ. ഏരിയാസ് എന്ന് വേണമെങ്കിൽ പറയാം, യൂണിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സെക്ടേഴ്സ് എന്ന് പറയാം അല്ലെ. ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് വേണ്ടി വരുന്നത്? ആ ടൈപ്സ് ഒന്ന് വെട്ടിയേക്കുന്നത്. ടൈപ്സ് വേണ്ട, ടൈപ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ. കൺകറന്റ് ഓഡിറ്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ്. കൺകറന്റ് ഓഡിറ്റ് എന്തായിരുന്നു? The auditing which is made at the time that it is taken place. എപ്പോൾ നടക്കുന്ന ഒരു പ്രത്യേക കാര്യം നടക്കുമ്പോൾ ആ സമയത്ത് തന്നെ ചെന്നിട്ട് അതിനെ വിലയിരുത്തി അതിനെ അസസ് ചെയ്യുന്ന ഓഡിറ്റിങ്ങിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് വിളിക്കുക. എന്നാൽ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് കയറിപ്പോയ
എന്ന് വെച്ചാൽ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി, അത് ഇറ്റ് ഹാസ് ബിക്കം എ റെക്കോർഡ്, അത് റെക്കോർഡായി മാറി. റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എടുത്ത് നമ്മൾ മനസ്സിലാക്കി അസസ് ചെയ്ത് വിലയിരുത്തി ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിനെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് വിളിക്കും. അത് 2 ടൈപ്സ് കഴിഞ്ഞു. ഇനി ഇത് ഏരിയാസ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഏരിയ ഓഡിറ്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്നാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, അതായത് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഓഡിറ്റ്, നമ്മളുടെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്കൊക്കെ ക്ലിയർ ആണെന്നൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അസസ്മെന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. എക്സ്റേ വ്യൂ ആണ്. എക്സ്റേ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന നമുക്കറിയാം ബ്രേസും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ആ രീതിയിലുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വരുത്തുന്ന അസസ്മെന്റുകളാണ്. പിന്നെ രോഗങ്ങളെ സംബന്ധിക്കുന്ന ഓഡിറ്റ്, എന്തൊക്കെ രോഗങ്ങളെ ആണ് പർട്ടിക്കുലർലി ഇപ്പൊ ഒരു അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രോഗങ്ങളുമായിട്ട് പേഷ്യൻസ് ഒക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രോഗങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ, അസസ് ചെയ്യാനായിട്ട്. കാരണം ഓരോ എന്താ പറയാ സമയത്തും നമ്മൾ പല പല രോഗങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കോമൺ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആകുന്ന ചില രോഗങ്ങൾക്കൊക്കെ ഹോസ്പിറ്റൽസിൽ ആളുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അത്തരം നമ്മളുടെ ഹോസ്പിറ്റലിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് ആരെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, കുറച്ച് റെയർ ആയിട്ടുള്ള രോഗങ്ങളോ ഒക്കെ ആണെങ്കിൽ അപ്പൊ അതൊക്കെ അതിനെ കുറിച്ചൊക്കെ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. ഒബ്സ്റ്റട്രിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒബ്സ്റ്റട്രിക്സ് പ്രഗ്നൻസി അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ ബിഫോർ ബർത്തും ആഫ്റ്റർ ബർത്തും ഒക്കെ കൊടുക്കുന്ന ചികിത്സ ഒരു യൂണിറ്റ് ആണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റട്രിക്സ്. അവിടെ വരുന്ന കേസസ് അതിനെ കുറിച്ചുള്ള ഓഡിറ്റിംഗ് നടത്തുക. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പോസ്റ്റ്മോർട്ടം പീരീഡ് ഒക്കെ. ഓക്കെ, ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ എന്താ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞിരുന്നു, ഏറ്റവും പെട്ടെന്ന് രോഗാണുക്കൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും ഇൻഫെക്ഷൻ കൺട്രോൾ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ എത്രത്തോളം നല്ല രീതിയിലാണ് എന്നുള്ളത് അസസ് ചെയ്യേണ്ടി വരും. നഴ്സിംഗ് ഓഡിറ്റ് ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് തിങ്. എന്താണ് നഴ്സിംഗ് ഓഡിറ്റ്? എന്തൊക്കെ തരത്തിലുള്ള ചികിത്സ ശുശ്രൂഷയൊക്കെ കൊടുക്കുന്നുണ്ട് പേഷ്യൻസിനോട്, ഹൗ ദ നഴ്സസ് ആർ ബിഹേവിങ്, അവരുടെ ബിഹേവിയർ ഒക്കെ നമുക്കൂടെ മെഷർ ചെയ്യേണ്ടി വരും. പേഷ്യൻസിനോട് വളരെ നല്ല രീതിയിലാണോ അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടാണോ പെരുമാറുന്നത്, അപ്പൊ അതൊക്കെ ഓഡിറ്റ് ചെയ്തപ്പെട്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡെത്ത് ഓഡിറ്റ്, എത്രത്തോളം മരണ നിരക്കുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിൽ വരുന്നുണ്ട്. കൂടുതൽ പേഷ്യൻസ് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജസിൽ വരുമ്പോൾ മാക്സിമം അവരുടെ ലൈഫിനെ തിരിച്ചു പിടിക്കുക. 1% ജീവനുമായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ 100% ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഹോസ്പിറ്റൽസിന് സാധിക്കുന്നുണ്ടോ? അല്ല. അങ്ങനെ വന്നവരൊക്കെ ആ രീതിയിൽ തന്നെ മരിച്ചിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നതെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകേടുകൾ ആ ഹോസ്പിറ്റൽസിൽ ഉള്ള ആളുകൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അല്ലെ, ആരും തന്നെ അങ്ങോട്ടേക്ക് പോയി ആരും തന്നെ എന്താ പറയാ, ചില ഹോസ്പിറ്റൽസിലേക്ക് 1% ജീവനുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് വീണ്ടും അവരെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് അറിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഡെത്ത് നിരക്കുകളെ കുറിച്ചിട്ടുള്ള ഓഡിറ്റിംഗ് ഒക്കെ നടത്തേണ്ടി വരും. അതൊക്കെ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അപ്പൊ എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസ് ഓഡിറ്റ്, ഒബ്സ്റ്റട്രിക് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, നഴ്സിംഗ് ഓഡിറ്റ് ആൻഡ് ഡെത്ത് ഓഡിറ്റ്. ഇതൊക്കെ ഓഡിറ്റിംഗിന്റെ പ്രധാനപ്പെട്ട മേഖലകളാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ. ഓക്കെ, അതുമൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, ടിക്ക് ചെയ്ത് വെച്ചേക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേട്ടോ? യെസ്. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ, അത് പഠിക്കാനുള്ളതല്ല. റോൾ പഠിക്കേണ്ടതാണ്, വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. ഇനി അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോളാണ്. ഏതില്? ഓഡിറ്റിംഗില്. നമ്മളുടെ റോള്, നമ്മളാണല്ലോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ റോൾ എന്താണ് ഓഡിറ്റിംഗില്? ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്തോളും എന്നാണെന്ന് മാത്രം വിചാരിക്കരുത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, ചെറിയ ചുമതലയൊന്നും അല്ല നമുക്കുള്ളത്. ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ ഓവറോൾ ഒരു മാനേജിങ്, കൺട്രോളിങ്, അല്ലെ, ഡിറക്റ്റിംഗ്, അല്ലെങ്കിൽ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ പേഷ്യൻസ് ആർ പ്രൊവൈഡഡ് ക്വാളിറ്റി കെയർ, അല്ലെ, വരുന്ന പേഷ്യൻസിനൊക്കെ പരമാവധി നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവിടുത്തെ കാര്യങ്ങളെ മാനേജ് ചെയ്യണം. എല്ലാം ഓവറോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സിംഗിൾ സെന്റൻസിൽ നമ്മൾ ഉദ്ദേശിച്ചാൽ ഏത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഓഡിറ്റിംഗിൽ പങ്കുണ്ട്. ആ പങ്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണേ. ഒന്ന്, ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്.
ഒരു നല്ല എന്താ പറയാ ജോലി സാഹചര്യം എല്ലാവർക്കും ഉറപ്പാക്കി കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിറ്റുവേഷൻ, വർക്കിംഗ് സിറ്റുവേഷൻ ഉണ്ടായാൽ, അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ടെൻഷൻസും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു ജോലി സ്ഥാപനത്തിലെങ്കിൽ, ഒരു വർക്ക് പ്ലേസിലെങ്കിൽ ക്യാൻ വി ഡു അവർ വർക്ക് പ്രോപ്പർലി? നമുക്ക് നമ്മുടെ ജോലി കൃത്യമായിട്ട് നന്നായി ചെയ്യാൻ പറ്റുമോ? ചോദിക്കുകയാണ് നിങ്ങളോട്, പറ്റുമോ? ഇല്ല അല്ലെ? നല്ല ഒരു നമ്മളെ ടെൻഷൻ ആക്കുന്ന, നമുക്ക് എന്താ പറയാ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് മെന്റലി ഒരു സുഖമില്ല, അത് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി കനോട്ട് ഡു അവർ വർക്ക് പ്രോപ്പർലി. നമുക്ക് നമ്മുടെ ജോലി കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതൊക്കെ നല്ല ഒരു ജോലി സാഹചര്യം, എന്താ പറയാ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അവരാണ് ഇതൊക്കെ നോക്കണേ. എല്ലാവരും നല്ല വർക്ക് എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ജോലി ചെയ്യുന്നതെന്നൊക്കെ ഉറപ്പാക്കുന്നവരല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഡിറ്റിങ്ങും അതിൽ അവർക്ക് പങ്കുണ്ട്. To provide facilities, resources, smooth supply. അതായത് ഓരോ ഓർഗനൈസേഷന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങളും അതുപോലെ അവിടുത്തെ വിഭവങ്ങളൊക്കെ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുക. എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അതൊക്കെ ഒരുക്കി കൊടുക്കുക. എന്തൊക്കെ റിസോഴ്സസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നിനും ഒരു കുറവ് വരുത്താൻ പാടില്ല, ലാഗ് വരുത്താൻ പാടില്ല. ടു മോട്ടിവേറ്റ്, ടു എനേബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ്, അതായത് മെഡിക്കൽ കെയറിംഗ് കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ്, അതായത് നഴ്സുമാരായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരെയും എന്താ പറയാ ഇൻതൂസിയാസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വളരെ സന്തോഷത്തോടെ അവരുടെ ജോലി സാറ്റിസ്ഫാക്ഷനോടെ ചെയ്തു തീർക്കാനുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം തന്നെയാണ്. പിന്നെന്താണ്, ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ്. ഇനി രോഗികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുന്ന ബാർഗെയിനിങ് ആണ്. കംപ്ലൈന്റുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കംപ്ലൈന്റുകൾ കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുക, അത് ബന്ധപ്പെട്ട കമ്മിറ്റിയെ അറിയിക്കുക. ഈ ഗ്രീവിയൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്മിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റിയിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം തന്നെയാണ്. പിന്നെ പ്രസ് മീഡിയാസ്, പ്രസ് ആണ്, PRESS ആണ്, ST എന്നാണ് അവിടെ എഴുതിയിരുന്നത്. മീഡിയ കവറേജിനോ അല്ലെങ്കിൽ പ്രസ്, അതായത് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമ്മളുടെ മാധ്യമങ്ങളിലൊക്കെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ്സ് ഒക്കെ നടത്തണമെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യുക. തിരുത്തലുകളോ അല്ലെങ്കിൽ എഴുതേണ്ടതോ ആയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം തന്നെയാണ്. അത് ഓഡിറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഭാഗം ആയിട്ട് അവർ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, തീർച്ചയായിട്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതിന് സഹായിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം തന്നെയാണ്. അതായത് പേഷ്യൻസ് വരുന്നവരായിരുന്നു തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവിടുന്ന് അവരുടെ ക്വാളിറ്റി കെയർ കമ്മിറ്റി പോകണം എന്നതാണ്. അപ്പൊ ടു റിവീൽ, അവിടെ സർവീസ് ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. അതാണ് ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേ ഏരിയ എന്നുള്ളത് അൺക്ലിയർ ഏരിയാസ് ആണ്. അൺക്ലിയർ എന്നാണ് നമുക്ക് ഇതൊന്നും അവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അൺക്ലിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഹാൻഡിൽ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വ്യക്തതയില്ലാത്തൊരു സന്ദർഭം ഉണ്ടാകുക. അപ്പൊ അത്തരം സിറ്റുവേഷൻസിലൊക്കെ പേഷ്യൻസിന് വേണ്ട സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ അവരുടെ റോളാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഉള്ള പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതെന്താണ് ആ സമയത്ത് നമ്മൾ ചെയ്യണ്ടേ, എന്ത് ആക്ഷൻ എടുക്കണം, അവരതിനെ കുറിച്ച് വ്യക്തതയില്ല. അതാണ് അൺക്ലിയർ ആണ്, അതാണ് ഗ്രേ ഏരിയ എന്ന് പറഞ്ഞത്. അത്തരം സാഹചര്യങ്ങളിൽ ഈ എന്താ പറയാ അവരെ സഹായിക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം തന്നെയാണ്. പിന്നെന്താ, ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് ഓൾസോ മേക്ക് ദ ചേഞ്ചസ് സജസ്റ്റഡ്. എക്സിറ്റ് ഇന്റർവ്യൂ, അത് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഇന്റർവ്യൂ വിച്ച് ഈസ് മെയ്ഡ് ബൈ ദ ഓർഗനൈസർ അല്ലെങ്കിൽ എംപ്ലോയർ. ആരാണോ ഇന്റർവ്യൂർ for an employee who is exiting the organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകുന്ന എംപ്ലോയിനെ, അതായത് നിർത്തി പോകുകയാണ്, ഏതെങ്കിലും കാരണവശാൽ നിർത്തി പോകുന്ന ഒരു എംപ്ലോയിനെ ആ പോകുന്ന സമയത്ത് നടത്തുന്ന ഇന്റർവ്യൂ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പുറത്തേക്ക് പോകുക. വെറുതെ പുറത്തേക്ക് പോകുന്നതല്ല, പുറത്തു പോയിട്ട് വരാന്ന് പറയുന്ന അല്ല ഉദ്ദേശിക്കുന്നത്. എന്നേക്കുമായിട്ട് പുറത്തു പോകുന്ന ഒരു എംപ്ലോയി, ആ ആളിനെ പോകുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ ചെയ്യില്ല.
അതായത് ആ ഒരു ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റൽസിലെ പല കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇഫ് ദേ സജസ്റ്റ് എനിത്തിങ്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സജഷൻസിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് എന്താ പറയാ അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം തയ്യാറാക്കണം. ഓക്കെ, അതൊക്കെ ചെയ്യുന്നത് ഇവരാണെന്ന്. ആര് എക്സിറ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്യുക, ആൻഡ് ഓൾസോ ദേ ഹാവ് ടു മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദാറ്റ് സജഷൻസ്. അവർ കൊടുക്കുന്ന അത്തരം എംപ്ലോയീസ് നൽകുന്ന ഇന്റർവ്യൂസിലൂടെ അവർ കൊടുക്കുന്ന സജഷൻസ് അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീം അവർക്ക് പങ്കുണ്ട് എന്നാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിന് വേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും അതിന്റെ പോളിസീസ് ഒക്കെ കൃത്യമായിട്ട് ഫ്രെയിം ആയിട്ട് എന്താ പറയാ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടൊക്കെ എഴുതി തയ്യാറാക്കി വെക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ റോളാണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു ഓഡിറ്റിംഗിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെ റോൾ എന്ന് പറയുന്നത്. വായിച്ചാൽ മതി. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയില്ലാത്തൊരു ടോപ്പിക് ആണെങ്കിലും ഞാൻ വായിക്കണ്ടെന്ന് പറയില്ല. കാരണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീമിൽ എന്താണ് ഓഡിറ്റിങ്ങിന് അവർക്ക് എന്താ ഒരു പങ്ക്, ഈ പറയുന്ന പങ്കുകളൊക്കെ ഉണ്ട്. അവരാണ് ഇതെല്ലാം ഹോസ്പിറ്റലിൽ മൊത്തം കാര്യങ്ങൾ എന്താ പറയാ മാനേജ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവർ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുക്കണം. അങ്ങനെയൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്താലേ ഓഡിറ്റിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഇനി എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? ക്ലിനിക്കൽ ഓഡിറ്റിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്ത് നേട്ടമാണ് ഈ ഓഡിറ്റിംഗ് കൊണ്ടുള്ളത്? ഒന്ന്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. ഓരോ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അത് തന്നെ അതൊന്നാമത്തെ കാര്യം. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഓരോ ഓഡിറ്റിംഗ് നടത്തുമ്പോഴും നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രശ്നത്തിന് നമുക്ക് ഇങ്ങനെയുള്ള സൊല്യൂഷൻ കണ്ട പുതിയ പുതിയ അറിവ് നേടാം. നമ്മൾ ഓരോ കാര്യം പുതിയതായിട്ട് മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അസസ്മെന്റ് ആണ്, പെർഫോമൻസ് മെഷർ ചെയ്യലാണ്. അങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പോരായ്മകളെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു പഠിപ്പല്ലേ, അതൊരു അറിവല്ലേ, പുതിയ അറിവല്ലേ അത്. ഓക്കെ, അത് പിന്നെ പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്രൊമോഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും ഒരു ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജ് ആണ്. റിസോഴ്സസിനെ മാക്സിമം നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിസോഴ്സ് ഇഫക്റ്റീവ് ആക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇഫക്റ്റീവ് ആക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ റേസസ് സ്റ്റാൻഡേർഡ്സ്, നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് നിലവാരം ഉയർത്താനും ഓഡിറ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ, അല്ലെ? എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡേർഡിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഉയർത്താൻ പറ്റുമല്ലോ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാൻ സാധിക്കുന്നത് ഓഡിറ്റിങ്ങിലൂടെ മാത്രമാണ്. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താ, പ്രൊമോട്ട് ചേഞ്ച് ചെയ്യാൻ, അതായത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അതിന് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പല മാറ്റങ്ങളും കൊണ്ടുവരുന്നത് ഓഡിറ്റിങ്ങിലൂടെ മാത്രമാണ്. ഓഡിറ്റിംഗ് ചെയ്യാതെ നമുക്ക് എവിടെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പ്രൊമോട്ട്സ് ചേഞ്ചസ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, പല ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നതും ഈ പറയുന്ന ഓഡിറ്റിങ്ങിലൂടെയാണ്. അപ്പൊ ഓഡിറ്റിംഗ് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ തന്നെയാണ്. പല കാര്യങ്ങളെ കുറിച്ച് പുതിയ പുതിയ അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് ഓഡിറ്റിങ്ങിലൂടെ. അതൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അടുത്ത പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പിയർ ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ്സ് എന്താ പറയാ ഒരു ലേണിംഗ് ആണ് ഫ്രം ദ കൊളീഗ്സ്. അതായത് നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പുകളിൽ ഓരോരുത്തർക്കും ദേ ഹാവ് ദെയർ ഓൺ കോൺസെപ്റ്റ്, അല്ലെ? പുതിയ പുതിയ കോൺസെപ്റ്റുകൾ ഓരോരുത്തരും നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, ലേൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ പിയർ അണ്ടർസ്റ്റാൻഡിംഗ്, പിയർ ലെഡ് എന്ന് പറയാം. ഇപ്പൊ നമ്മളുടെ ഒപ്പം തന്നെ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ പേരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പൊ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് പുതിയ പുതിയ കോൺസെപ്റ്റുകളുടെ നമ്മുടെ ഐഡിയയിലേക്ക് വരും, അല്ലെ? അപ്പൊ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇതുപോലെ ഗ്രൂപ്പായിട്ട് ഓരോ ആളുകളുടെ കൂടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കഴിയുമ്പോൾ അവിടെ നമുക്ക് പുതിയ കോൺസെപ്റ്റുകൾ ഉദിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് പിയർ ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂളുകളിലൊക്കെ കുട്ടികളെ വെച്ചിട്ടൊക്കെ പിയർ ഗ്രൂപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തേക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സോഷ്യലായിട്ട് സാമൂഹ്യപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, സോഷ്യൽ സർവീസ് പോലെ
അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂളുകളിലൊക്കെ NCC NSS പോലെയുള്ള എന്താ പറയാ അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവര് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് വൺസ് ഇൻ എ ഇയർ അവർ ക്യാമ്പ് ചെയ്യും എവിടെയെങ്കിലൊക്കെ. ആ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് അവര് ആ ക്യാമ്പിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ആ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ആ ക്യാമ്പ് ചെയ്തിരിക്കുന്ന പ്രദേശത്തിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് കുറച്ച് പച്ചക്കറി വിത്തുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ചിലപ്പോൾ അവരത് കൊണ്ടുകൊടുക്കുക മാത്രമല്ല, അവിടെ അവർ പോയിട്ട് ഒരു സ്ഥലം അവർക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവിടെ അവർ തന്നെ അത് പ്ലാൻ ചെയ്തിട്ടൊക്കെ നട്ടിട്ടൊക്കെ പോരുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പുകളായിട്ട്, അതായത് ഒരു സാമൂഹ്യ പ്രവർത്തനം പോലെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ പിയർ ഗ്രൂപ്പുകൾ വഴിയിട്ടാണ് ചെയ്യുക. പിയർ ലെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊളീഗ്സ്, അതായത് ഇവിടെ ജോലിക്കാർ തമ്മിൽ പരസ്പരം ഒരു ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അവർക്കുണ്ടാകുന്ന കുറെ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും അങ്ങനെ സ്വന്തമായിട്ടൊക്കെ ആ ഗ്രൂപ്പുകളിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. അതാണ് ഓഡിറ്റിങ്ങിന്റെ മറ്റൊരു കാര്യം. ഇൻവോൾവ്സ് പേഷ്യൻസ്. ഇനി പേഷ്യൻസിനെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത്. കാരണം പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഓഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ ഓഡിറ്റിംഗ് അസസ്മെന്റ് ഒക്കെ വിലയിരുത്തലുകളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കേണ്ടത്. ബാക്കി അതിനുശേഷമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇല്ല അഡ്വാൻറ്റേജസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് എന്താ? പ്രോബ്ലംസ്. ഇത്രയൊക്കെ നേട്ടങ്ങൾ മെഡിക്കൽ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഉണ്ടെങ്കിലും there are also some problems faced by medical audit. മെഡിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. ഒരു ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം. ഇത്രയൊക്കെ പറയുന്നുണ്ട് നമ്മൾ, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ആ ഓഫീസർ ഇൻ ചാർജ് ആരാണോ അയാളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം സിസ്റ്റമാറ്റിക് ഓർഡറിൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ബിക്കോസ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗനൈസേഷൻ ആണ്. എപ്പോഴൊക്കെ എങ്കിലും എന്ത് ചെയ്യും, അവരുടെ കൺട്രോളിൽ നിന്ന് പിടിവിട്ട് പോകും. എത്രയൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമുക്ക് അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം ഒരുപാട് തള്ളിക്കേറലുകൾ വന്നു കഴിഞ്ഞാല് ചില സമയത്തൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റൽസിലൊക്കെ ഭയങ്കര റഷായിരിക്കും. ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഭയങ്കര, എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര ബിസിയാണ്, ഒത്തിരി ആളുകളെ അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നൊക്കെ വരുമ്പോൾ ചില സമയത്ത് അങ്ങനെയുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ ആകെ താറുമാറാവും. നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താൽ മെഡിക്കൽ റെക്കോർഡുകൾ ഇല്ലാതെ വരും. അപ്പൊ ഈ ഓഡിറ്റിംഗ് ഒക്കെ കിടക്കണം, അല്ലെ? അതൊക്കെ തകർന്നു പോകും. ഇൻകംപ്ലീറ്റ് റെക്കോർഡും അതുപോലെ തന്നെ പുവർ ക്വാളിറ്റി മെയിൻ്റനൻസും. റെക്കോർഡുകളൊക്കെ ചിലപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കില്ല, അപൂർണമായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. മാത്രമല്ല നല്ല രീതിയിൽ മെയിൻ്റനൻസും നടത്തിയില്ല എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പകുതിക്ക് ഇട്ട് വെച്ചേക്കണ്, കംപ്ലീറ്റഡ് അല്ല, അല്ലെങ്കിൽ എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലല്ല, അല്ലെ? ഇതൊക്കെ എന്താണ് മെഡിക്കൽ ഓഡിറ്റിനെ ശരിയായി ബാധിക്കും. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്താൻ പറ്റില്ല. പിന്നെ ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകളെ ക്രമാനുസൃതമായിട്ട് മോട്ടിവേഷൻ കൊടുക്കപ്പെടാതിരിക്കുക. പിന്നെ അവർക്കെതിരെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ എടുക്കാൻ പറ്റുന്ന ചില ആക്ഷൻസ് ഉണ്ട്, അല്ലെ? അതിനെ പേടിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യമൊക്കെ ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആക്കണം പേഷ്യൻസിനെ, സ്റ്റാഫിനെ. അതുകൂടാതെ അവരെല്ലാം കൃത്യമായിട്ട് അവരെ എവിടെയൊക്കെയാണ് അവർക്ക് പോരായ്മകളുള്ളത് അതൊക്കെ തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റണം, അല്ലെ? പക്ഷെ അത് പലപ്പോഴും സാധ്യമാകുന്നില്ല എന്നാണ്. അവിടെ അതൊക്കെ അതിന്റെ അഭാവം കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചില ഹോസ്പിറ്റൽസ് ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിന്റെ വില മനസ്സിലാക്കാത്ത ഹോസ്പിറ്റൽസ് ഇതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഓഡിറ്റിംഗ് മര്യാദയ്ക്ക് നടക്കുന്നില്ല, കാരണം അതിന്റെ വിലയിരുത്തലിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചില ഹോസ്പിറ്റൽസിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ മനസ്സിലാക്കാത്തത് കൊണ്ടും മെഡിക്കൽ ഓഡിറ്റ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് സപ്രഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് റോങ് റിപ്പോർട്ടിംഗ്. ശരിയായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാതിരിക്കുക, വസ്തുതകളെ മറച്ചു വെക്കുക അല്ലെങ്കിൽ അടിച്ചമർത്തുക, യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഇല്ലാതാക്കുക. അതൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റ് എങ്ങനെ നടക്കും? റെക്കോർഡ്സിൽ കൃത്യമായ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. അതെല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ഫാക്ടുകളൊക്കെ യാഥാർത്ഥ്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് എഴുതണം. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചു, റെക്കോർഡുകളൊക്കെ റോങ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തേക്കണേ, കഴിഞ്ഞില്ലേ? അപ്പൊ ഓഡിറ്റിംഗ് ശരിയായി നടക്കുമോ? ഇല്ല. അപ്പൊ ഓഡിറ്റിംഗ് കൃത്യമാണെങ്കിൽ റെക്കോർഡ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ശരിയായ ഫാക്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. റോങ് റിപ്പോർട്ടിംഗ് ഒക്കെ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ് അതൊക്കെയാണ്. അത് പഠിക്കാനുള്ളതല്ല, എന്നാലും നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. കണ്ടന്റുകൾ
എന്തൊക്കെയാണ് ഈ മെഡിക്കൽ റെക്കോർഡിനകത്ത് മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിന്റെ റിപ്പോർട്ട് തയ്യാറാക്കൂലേ? ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കൂലേ? ഇന്ന ഏരിയാസ് ഒക്കെ നമ്മൾ എന്താ പറയുക ഓഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അതിന്റെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു റിപ്പോർട്ടായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കണം, സമർപ്പിക്കണം അല്ലെ? ആ റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്? കണ്ടന്റ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ്, ഏത് രീതിയിലാണ്, നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് ആ ഓഡിറ്റിംഗ് നടത്തിയത്, അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബേസ് ലൈൻ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ എന്തിനെയാണ് ആശ്രയിച്ചത്, അതാണ് ഉദ്ദേശിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സമ്മറി. അതായത് ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചെറിയ സമ്മറി, ഒരു എന്താ പറയാ, ഒരു റിപ്പോർട്ട് ഇങ്ങനെ സെന്റൻസ് ഒക്കെ ആയിട്ട് ഒരു പാരഗ്രാഫ് പോലെ വെക്കോ, അതെന്താന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക. ആ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് ഒരു അനാലിസിസ് ഒക്കെ നടത്തിയതിനു ശേഷം അതിനെ കുറിച്ച് ഒരു ചെറിയ സമ്മറി തയ്യാറാക്കുക. അതാണ് എന്തെന്ന് വിളിക്കുക, ലിറ്ററേച്ചർ റിവ്യൂ എന്ന് വിളിക്കുക. ഇനി അടുത്തത് എന്താ, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. മാനദണ്ഡങ്ങളും എന്താ പറയാ സ്റ്റാൻഡേർഡുകളൊക്കെ അത് കൃത്യമായിട്ട് എഴുതണം. എന്ത് മാനദണ്ഡത്തിന്റെ ബേസിസിലാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തിയത്, എന്ത് സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റിംഗ് നടത്തിയത്, അതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. റിപ്പോർട്ടിനകത്ത് വേണമെന്ന്. പല റിപ്പോർട്ടുകളും നമ്മളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? നിങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സംഘടനകളിലൊക്കെ അംഗങ്ങളായിരിക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയാ അതിനകത്തൊക്കെ ചിലപ്പോൾ പ്രമുഖ സ്ഥാനങ്ങളൊക്കെ വഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അതിനൊക്കെ റിപ്പോർട്ട് ചെയ്താറില്ലേ? അതുപോലെയൊക്കെ തന്നെ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ വേണമെന്ന്, ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ വേണമെന്നാണ് ഈ പറയുന്നത്. ആദ്യമേ തന്നെ ആ ഓഡിറ്റിംഗ് നടത്തുന്നതിന് നമ്മൾ എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്തത്, ഏത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഏത് റെക്കോർഡുകൾ, അതാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഓഡിറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വിവരണം, സമ്മറി, അതിന്റെ ഒരു ആകെ തുക എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. പിന്നെ എന്താ പറയാ ക്രൈറ്റീരിയ, എന്ത് സ്റ്റാൻഡേർഡിന്റെ ബേസിസിലാണ് ഓഡിറ്റിംഗ് നടത്തിയെന്ന് ഉണ്ടായിരിക്കണം. മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, അതിനുപയോഗിച്ച ആ ഓഡിറ്റിങ്ങിന് ഉപയോഗിച്ച മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രോട്ടോകോൾ എന്തിന്റെ ബേസിസിലാണെന്നൊക്കെ അത് എഴുതണം. ഇനി ഓഡിറ്റിങ്ങിന്റെ റിസൾട്ട് എഴുതണം. ഓഡിറ്റിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് നല്ലതാണോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണോ, വളരെ നല്ല അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണോ എന്നൊക്കെ അത് കൃത്യമായിട്ട് എഴുതാം. ഇനി റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ച്. അപ്പൊ റിസൾട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അതും അവിടെ റെക്കമെൻഡ് ചെയ്ത് എഴുതി വെക്കണം. എന്ന് വെച്ചാൽ ഇന്ന ഓഡിറ്റിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത്, സോ ഇങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നാൽ അത് നല്ലതായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി റെക്കമെൻഡേഷൻസ് എഴുതണം. റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്. ഇനി പിന്നീട് നമുക്ക് എന്തെങ്കിലും ഓഡിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടി നടത്തണമെന്നുണ്ടെങ്കിൽ അതും റെക്കമെൻഡ് ചെയ്ത് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതെല്ലാം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കണേ. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് ആണ് പറഞ്ഞേക്കണേ. അപ്പൊ കണ്ടന്റുകൾ പോയിന്റ് വൈസ് തന്നെ എഴുതണം, ഇമ്പോർട്ടന്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്, മെത്തേഡ്സ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, റിസൾട്ട്സ്, recommendations for change and also recommendation for further audit. Clear ആയോ? അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം അല്ലെങ്കിൽ NB എന്നിട്ട് വെച്ചേക്കാം. ഓക്കെ, സോ അങ്ങനെ ഫൈനലി നമ്മളുടെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു, തീർന്നു. മാർക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അറിയാലോ അല്ലെ? ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റുകൾ കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 6 സ്റ്റേജസും അതിനകത്ത് വന്നിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതില് 3 ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്. ബാക്കി 3 വെറുതെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഒരു നോട്ട് പോലെ. പിന്നെ നമ്മൾ പ്രീ റിക്വസിറ്റ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെ? ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മുൻ വ്യവസ്ഥകൾ 2 ഒരു നല്ല ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ കമ്മിറ്റിയിലും വരുന്ന ആളുകളും അവരുടെ പൊസിഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഞാൻ എഴുതി തന്നു. എഴുതി എടുക്കാൻ പറഞ്ഞു, എഴുതി കാണിച്ചു തന്നു അല്ലെ? കാണിച്ചതല്ല ഇങ്ങനെ ബാക്കിൽ കൂടി. ഓക്കെ, അത് തെറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ചത്. ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ പഠിക്കണം. പിന്നെ ഒരു നല്ല മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം, ഓർഗനൈസ് ആയിട്ടുള്ള നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു മെഡിക്കൽ റെക്കോർഡും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിറ്റിംഗ് ഭംഗിയായി നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകളൊക്കെ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 2 പ്രധാനപ്പെട്ട റിക്വസിറ്റ് വ്യവസ്ഥകളാണ് കൂടുതൽ ആവശ്യമുള്ളത്. ഒന്ന് മെഡിക്കൽ ഓഡിറ്റിങ്ങിന്റെ ഒരു കമ്മിറ്റിയും ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡും. ഓക്കെ, അത് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്ക് ചെയ്യേണ്ടത് ആ 2 ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്, കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറഞ്ഞത് മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്, ആ 3 കുത്തിട്ടിട്ടില്ലേ, ബുള്ളറ്റ് ഇട്ടിട്ടില്ലേ?
ആ 3 സെന്റൻസുകൾ വരുന്ന ആ 3 അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ശരിയല്ലേ ഈ പറഞ്ഞതൊക്കെ? ഇതൊക്കെ തന്നെയല്ലേ മാർക്ക് ചെയ്തേക്കണേ? യെസ്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും, അതിന്റെയും ആദ്യത്തെ 2 സെന്റൻസ്. ഇന്റേണൽ ഓഡിറ്റില് കൺട്രോൾസ് ആർ ആഡക്വേറ്റ് എന്ന് പറയുന്ന ആ സെന്റൻസ് അവിടെ വരെ. Internal audit is an independent evaluation to provide a guarantee to the organization that its financial and operational controls are adequate as sentence. So, external audit are used to evaluate certain aspects of characteristics of a health providing organization against specific standards. എന്നത് വരെയും അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ തൊട്ട് മുകളില് വൈ ഓഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, അതിന്റെ ഫുൾ ഫോം അതാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവണം. CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എഴുതാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക ഇപ്പൊ തന്നെ. അടുത്തത് ഡെഫിനിഷൻ എന്ന് എഴുതിയിരിക്കുന്ന ആദ്യത്തെ സെന്റൻസ്, അതും അതുപോലെ ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബോൾഡായിട്ട് എഴുതിയില്ലേ, അതിന്റെയും ആദ്യത്തെ സെന്റൻസ് അതും അണ്ടർലൈൻ ചെയ്യാം. ഡെഫിനിഷനില് റിസോഴ്സസ് വരെയും ഓഡിറ്റില് സിസ്റ്റമാറ്റിക് വേ വരെയും. അങ്ങനെ ആ ഒരു ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ അതാണ്. അത്രയുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോ ഒരു 3 ചാപ്റ്റേഴ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. 24 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഏതിലുള്ളത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് ഓഡിറ്റ്. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി 21 ചാപ്റ്റേഴ്സ് മറ്റേ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 24 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റഡ് ആകാറായിരിക്കുന്നു. 1-2 ക്ലാസ് കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം തീരും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങളൊക്കെ വളരെ നന്നായിട്ടൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് 3-4 ചാപ്റ്റേഴ്സ് ഇപ്പോഴേ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഇപ്പോഴേ പരീക്ഷയുടെ എന്താ പറയാ ഏതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് 7 പോയിന്റ്സ് ആണ്. ടൈപ്സ് എന്ന് പറഞ്ഞ സെക്ടേഴ്സ് ഏരിയാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ എന്താ പറയാ അന്ന് പരീക്ഷ എന്താണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത് വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് പഠിച്ചു തുടങ്ങി. കാരണം 3rd, 1st, 2nd മോഡ്യൂൾസിന്റെ പരീക്ഷ കഴിഞ്ഞു. 3rd, 4th കൂടി കഴിയുമ്പോൾ നിങ്ങളൊന്നും കൂടി എക്സ്പീരിയൻസ്ഡ് ആകും എക്സാംസിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ. നമ്മുടെ ശരിക്കുള്ള ഫൈനൽ എക്സാം വരുമ്പോൾ 1, 2, 3, 4 സെപ്പറേറ്റ് അല്ലേ നടത്തുന്ന എക്സാംസ്. അപ്പൊ കുറച്ചുകൂടി ടോപ്പിക്കുകൾ കുറവാണ്. അപ്പൊ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും അല്ലെ. മറ്റേത് 1, 2 ആകുമ്പോൾ കുറെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതും കൂടി വരുമ്പോ അവിടെ 28 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇത് 24. അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ പഠിക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നുള്ള മൊഡ്യൂൾസ് തിരിച്ച് ഉള്ള പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് നോക്കി വെച്ച് അതനുസരിച്ച് പഠിക്കുക. അതായത് എല്ലാവരും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. നല്ല മാർക്കൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കാം. ഓക്കെ. ഇനി ചിലപ്പോ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിലപ്പോൾ ഇനി മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇനി എക്സാംസിലായിരിക്കും ചിലപ്പോൾ നമ്മള് എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കാണുക. അപ്പൊ നമുക്ക് അവിടെ വിശേഷം ഒന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ട് എക്സാം എഴുതായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ.